ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ബാബാസൂട്ടിട്ടാണ് പോകുന്നത്. ബിക്കോസ് എനിക്ക് നല്ല പനിയായിരുന്നു. ഒന്നാമത് ഞാൻ മോർണിംഗ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണി ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തീരെ ഉറക്കം കിട്ടിയിട്ടില്ല ഒന്നാമത്. അങ്ങനെ നമ്മുടെ സ്വന്തം കസിനിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഐഷാനും വല്യമ്മയും പാപ്പിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും അയാനും ആനേനെ കാണാൻ പോകാനില്ലായിരുന്നു. എനിക്ക് ഒന്നാമത് വയ്യ. അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നു, റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി കിടന്നതാണ് കേട്ടോ. ഈ ആനയുടെ പേരാണ് നന്ദൻ എന്നുള്ളത്. അതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ റൂമിൽ കിടന്നു. അപ്പോഴാണ് ഇവർ ആനേനെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആനപ്പന്തിയിൽ കണ്ടില്ലേ, നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ അത്. അങ്ങനെ ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് പനിയാണ് ഗൈസ്. ഇപ്പം എനിക്ക് വയ്യ. ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഡെഫിഷ്യൻസി പറഞ്ഞാൽ നല്ല ഡെഫിഷ്യൻസിയാണ്. ഒരാൾക്ക് 30% വേണം, എനിക്കാകെ 10% ഉള്ളൂ. ഇങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ 6 വീക്സിലേക്ക് നമുക്ക് മെഡിസിൻ ഉണ്ട്. അതേപോലെ തന്നെ കുറേ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടൊന്നുകൂടെ ചെക്ക് ചെയ്യണം. അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഇക്കതിലേക്ക് വരാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എനിക്കിതൊക്കെ അപ്പോഴാണ് മിസ് ചെയ്യുന്നത്. എനിക്കെപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കപ്പോൾ പനിയായിരിക്കും കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിതുവരെ മനസ്സ് തുറന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ എപ്പോഴും ചടച്ചിട്ടാണ് അങ്ങോട്ട് പോകാറുള്ളത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി പോകുമ്പോൾ നല്ലോണം പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഉൾക്കൊള്ളണ്ടേ, എന്തോ ഒന്നും പറയല്ല എന്ന് ഞാൻ ഇതാക്കുന്നു. അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു അങ്ങോട്ട് പറയുന്നു. ഓക്കെ. അങ്ങനെ ഇവിടെ നമ്മൾ കുറേ ആനകളെ കണ്ടു. വാലാട്ടുന്ന ആന, അതേപോലെ കൊമ്പാട്ടുന്ന ആന, പല വിധത്തിലുള്ള ആനമാരുണ്ടായിരുന്നു കേട്ടോ, ആനക്കുട്ടന്മാർ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് പോകാത്തതുകൊണ്ട്. ബിക്കോസ് ഞാൻ നല്ലൊരവസരം കിട്ടിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് ആബ്സല്യൂട്ട് ആവുന്ന കാര്യമല്ല. എങ്ങനെയായാലും നമുക്ക് എന്തോ ഒരു മൈൻഡായിരിക്കും. അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. ഇവിടെ കണ്ടില്ലേ ഗൈസ്, ആന ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പനോലയോ അങ്ങനെ എന്തോ പറയുമല്ലോ, പനോല വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഈ വോയിസ് ഇടാൻ തന്നെ പറ്റുന്നില്ല, തീരെ വയ്യ. ഈ അറിവൊക്കെ ഞാൻ അമ്മയിൽ നിന്നാണ് പകർന്നിട്ടുണ്ടായിരുന്നത് എനിക്ക്. ബിക്കോസ് എനിക്കിതൊന്നും അറിഞ്ഞൂടാ. സംഭവം എന്താ നടന്നതോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ അങ്ങനെ അമ്മേൻ്റെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടില്ലേ, ആനച്ചേട്ടൻ. യെസ്, ഇത് നമ്മുടെ ആനയ്ക്ക് കുളിക്കാനോ അങ്ങനെ എന്തൊക്കെയൊക്കെയുള്ള കുളമാണ് കേട്ടോ. കുളം പോണ്ട് എന്ന് വിചാരിക്കുക, അതാണ് തോന്നുന്നു കേട്ടോ. അമ്പലക്കുളം ഇങ്ങനെ പറയൂലേ, ആനക്കുളമാണ്. അങ്ങനെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഇത് വല്യമ്മ ഐശാനി ധ്രുവി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളെ കൂടെ. ഞങ്ങളെ കൂടെ റൂമിലായിരുന്നു. ഞങ്ങളെ കൂടെ അല്ല, ഓരോ റൂമിൽ തന്നെയായിരുന്നു. ഐശാനി പിന്നെ ഫുൾ ഓണാണ്. ആള് വല്യച്ഛൻ്റെ ഊരയ്ക്ക് കയറി അവിടെ ഇരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ മൂമെൻറ്റ്സും. എനിക്കിതൊക്കെ മിസ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഒരു സാഡ്നെസ് ഉണ്ട്. ഒന്നും ചെയ്യാറില്ല. അമ്മ, ഇതാണ് എൻ്റെ അമ്മ കേട്ടോ, പച്ച സാരി എടുത്തിട്ട് ബ്ലേ അമ്മ. മൈ ക്യൂട്ടി പയ്യാണ് ഗൈസ്. അങ്ങനെ അവർ നമ്മളല്ല അവർ നടന്ന് പൊഞ്ചച്ചാ. ഓക്കെ, അവരത് അവിടെ പോയിട്ടിരിക്കുന്നു. അത് ധ്രുവ ഉണ്ട് കേട്ടോ, ധ്രുവ ഉണ്ട്, അവൻ വന്നിട്ടുണ്ട്. അങ്ങനെ പപ്പയുടെ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ
തിരിച്ചെത്തി ഞങ്ങളെയും കൂട്ടി ഞങ്ങൾ ഹോളിലേക്ക് പോയിട്ടുണ്ടായി. റിസപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇത് പാപ്പി, അയാൻ്റെ അമ്മ. അയാൻ്റെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ ഉള്ള കല്യാണമാണിത്. ടെമ്പിളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇത് മറ്റാരോ വിജയോ അങ്ങനെ ആരോ ആണ് സുരേഷ് ഗോപിയുടെ മോളെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേട്ടോ. ഇവരെ വീണ്ടും ഉള്ള ഓഡിറ്റോറിയം മാരേജ് ഉണ്ടാവുമല്ലോ, ആ കല്യാണം. അങ്ങനെ ഇതാ പെണ്ണും ചെക്കനും എല്ലാവരും വരവാടേ വരവാടേ വരവാടേ, കല്യാണ ചെക്കന് വരവായിടും ലേലേ ആണല്ലേ. അങ്ങനെ കല്യാണത്തിന് നല്ല ഭംഗിയിൽ അവരങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് കാണാൻ. ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാനൊന്ന് എൻ്റെ ബ്രീത്ത് എടുക്കട്ടെ. എനിക്കിപ്പോൾ ബ്രീത്ത് ഇല്ല കേട്ടോ, വയ്യാത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെക്കനും പെണ്ണുമാണ്. നമ്മുടെ കസിനായിട്ട് വരുന്നത് ചേച്ചിയാണോ ഏട്ടനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ. അല്ല, രണ്ടിലാരോ ഒരാളാണ്. ഓക്കെ, ഇങ്ങനെ ഇതാ എല്ലാവരും കല്യാണം മംഗളമായി കഴിഞ്ഞിരിക്കുന്നു. സ്വാഹ. ഓക്കെ, അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പം എനിക്ക് ഈ വോയിസ് ഒന്നും ഇടാനുള്ളതൊന്നും ഇല്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഇടുതന്നെയാണ് കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ടൊരു മൂടൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. അവിടെ അടിപൊളി സദ്യക്കായിരുന്നു കേട്ടോ. സദ്യ ഒന്നും എനിക്ക് ഉണ്ണാൻ പറ്റിയിട്ടുണ്ടായില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട്. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് വീണ്ടും പോവാണ്. ആർവിച്ചുട്ടന് നമ്മുടെ ആർവിച്ചുട്ടന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മൂപ്പർക്ക് ഗണ്ണെങ്ങാനും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്നൊരു ഗണ്ണെടുത്ത് ഇതാ കണ്ടില്ലേ. അമ്മ അപ്പോഴത്തേക്ക് അമ്മയും പപ്പയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി. അമ്മ ചുരിദാറായി, പപ്പ പാൻറ്റും ഇതൊക്കെയായി. മറ്റേ റിസപ്ഷന് പോകുമ്പോൾ സാരിയിലൊന്നുമല്ല ഗൈസ് പോയത്. അങ്ങനെ ആർവിക്ക് ടോയ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒരു ഷോപ്പ് കയറുകയാണ്. ആ ടോയ് ഗണ്ണായിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഇനി 600 റുപ്പീസാണ് ഗൈസ് വരുന്നത്. അങ്ങനെ അവനത് മേടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വൈബാണ് ഇത്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു, അവൻ വാങ്ങിച്ചു. 600 റുപ്പീസേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിന് 600 റുപ്പീസാണ്, അടിപൊളിയാണ്. പക്ഷേ വെറും 600 റുപ്പീസേ ഉള്ളൂ. അത് വലിയ പൈസയാണോന്ന് വെച്ചാണ് അല്ലേ ചോദിച്ചാൽ ഇല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലെ ഗുരുവായൂരിൻ്റെ സ്പെഷ്യൽ ഉണ്ണിക്കണ്ണൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നിറയെ ഉണ്ണിക്കണ്ണനുള്ള അടിയിൽ അതും ഞങ്ങൾ മേടിച്ചു കേട്ടോ. അത് 2 മേടിച്ചു. അങ്ങനെ ആർവിൻ്റെ ടോയൊക്കെ അവന് കിട്ടി, അവൻ ഹാപ്പിയായി. ഇത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. ഞാനൊരു കുട്ടി സ്ലൈം വാങ്ങി. ഇങ്ങനെ വിറ്റായിരുന്നു. കാരണം ഞാനൊരു മേക്കപ്പ് ഷോപ്പിൽ ചെയ്യാനുള്ള സാധനം അവിടെ നിന്ന് എന്തൊക്കെയോ വാരി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ഒരു ഉണ്ണിക്കണ്ണനെ വാങ്ങി, ഒരു ഓടക്കുഴൽ പിടിച്ച ഉണ്ണിക്കണ്ണനെ വാങ്ങി. അപ്പം ഇന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടാറ്റാ, ബൈ ബൈ.